ഇസബയുടെ ഗ്രൂമിംഗ് ഡേ ആണ്. അപ്പൊ ഞങ്ങൾ ഇസബന് സ്ഥിരമായിട്ട് ഗ്രൂം ചെയ്യണ സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടുത്താണ്. ഞങ്ങൾ സ്ഥിരം ഇവിടെ വരാറുള്ളത്. അപ്പൊ നമ്മളതൊന്ന് കാണിച്ചു തരാൻ നേരത്തെ. പെറ്റ്സിനൊക്കെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ നമുക്ക് ഇവിടെ ഫുള്ള് സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ഗ്രൂമിങ് ചെയ്യാൻ പോകുമ്പോഴാണ് ഇനി ആ വാതിലിന്റെ നിങ്ങൾ നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ സ്ഥലമൊക്കെ. ഇപ്പൊ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഗ്രൂമർ. മാസ്ക് ഒക്കെ കാണാനില്ല. വീഡിയോ ഡാൻസ് കൂടി ഈക്വൽ എല്ലാരും കൊണ്ടുപോകും. ഇനി ഇവിടെ കണ്ണൊക്കെ പുതിയ മുഖമാണ്. ഇവരുടെ ഫസ്റ്റ് ഗ്രൂമിങ്ങിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായി. ഇവിടുത്തെ ഇതാണ് നമ്മുടെ ഗ്രൂമർ. ഗ്രൂമറിന്റെ മോന്തൊന്നും കാണിക്കാവോ? ഒരാൾ എക്സ്പ്ലോർ ചെയ്യാം. ടോയ്സ് ഇവിടെയൊക്കെ നമ്മുടെ ഡോഗ്സിനും ഇത് കീക്കി അടിക്കൂലേ? ഇതിൽ വരും. ഹായ് കോഴി. വലിയ ഡോഗ്സ് തൊട്ട് ചെറിയ ഡോഗ്സ് വരെ ഉപയോഗിക്കാൻ പറ്റിയ കുറെ ഐറ്റംസ്. ഇതൊക്കെ എന്താ സാധനം നമുക്കറിയില്ല. ഇത് ജിം എടുക്കണം. വായ പിടിച്ച് വെയിറ്റ് ഇല്ലേ ഇതിന്? ഇല്ലല്ലേ. ഇതൊക്കെ ചെരുപ്പ്. ഇത്രയും സാധനങ്ങൾ ഉണ്ടായാലും നമ്മൾ വാങ്ങിക്കൊടുത്തത് നമ്മള് കടിക്കാൻ പോണ അതെ. കുഞ്ഞിലെ നമ്മള് ഇസബൂന് മറ്റേ റോയൽ കനേന് കൊടുക്കുമായിരുന്നു, പിന്നെ ഇതും കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവള് രണ്ടും കഴിക്കുന്നില്ല. നിങ്ങൾ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ എന്താ കഴിക്കണമെന്ന്. അപ്പൊ നമ്മള് റൈസും അങ്ങനത്തെ പിന്നെ പംകിൻ, ചിക്കൻ, ഇറച്ചി, അതൊക്കെ മീൻ വേവിച്ചു കൊടുക്കും. കാറ്റിന്റെ ഒക്കെ ഉണ്ട്. വെറൈറ്റി ട്രീറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളൊരു സുഷി റോൾ ഉണ്ട് സുഷി റോൾ സാധനമാണ്. ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ചെറുപ്പം മുതൽ ഈ സംഭവം. പിന്നെ ഒരു സ്റ്റിക്കും കഴിയും. ഇത് നമുക്ക് മറ്റേ ബെൽറ്റിലൊക്കെ തൂക്കിടാൻ പറ്റിയ സൂപ്പറായിട്ട്. പിന്നെ ഇവിടെ എല്ലാ സൈസ് ഇതും പറ്റും. ഇതാണ് ഇവിടെ മെയിൻ. ഇത് സബൂനും ഭയങ്കര ഇതൊരു പപ്പി സ്റ്റിക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കൊണ്ട് കുഞ്ഞു ഉടുക്കുക. ഇത് സബൂന് അയ്യോ ഇത് അത് ഡ്രസ് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഹലോ റേ പാവ് കൊടുക്കൂല. പാവ് കൊടുത്തേ ഇവിടെ അല്ല അവിടെ ഇവിടെ ഇതുപോലത്തെ രാജകീയ ബെഡ്. എത്ര എന്ത് ബെഡ് ടൈലില് കിടക്കും. ഒക്കെ തണുപ്പ് ഇതിലൊക്കെ നമുക്ക് കിടക്കാൻ പറ്റും. ശരിയാണ്. ഒന്ന് ചുരുണ്ട് ഇങ്ങനെ കൂടി കിടന്നാ മതി. ഓണ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതെ, പുതിയ അറൈവൽസ് കണ്ട നല്ല ക്യൂട്ടായിട്ടില്ലേ. നമുക്കപ്പോ ഇസബൂനെ ഡ്രസ്സ് ഉടുപ്പിച്ച് നോക്കാം. ഇവളുടെ സൈസ് ഏതായിരിക്കും? അതുകൊണ്ട് സാഹസികമായ പ്രകടനം. ചെറുതാമോ മലയാളം മങ്കിയോ? കൈ കൊള്ളാല്ലേ? നല്ല രസമുണ്ട്. എവിടെ ഇറങ്ങി ചടിക്കും. ഇച്ചിരി വലുതാണോ അല്ലേ? അയ്യ വയറൊക്കെ കാണാം. ഡ്രസ് ഇട്ടണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ മറിയാമ്മ. എന്ത് പറഞ്ഞു നമ്മളെ വെട്ടിക്കുമല്ലോ.
മാറ്. എനിക്കൊന്ന് എടുക്കണല്ലേ കുഞ്ഞിനെ. ഈ കൈ നല്ല രസമുണ്ട്, വെറൈറ്റി ആയിട്ടുണ്ട്. വേറെ ഒരെണ്ണം ഇടിപ്പിച്ച് വെക്കാൻ തരും. അടങ്ങല്ലേ, നീ ഇതൊന്ന് അയച്ചോട്ടെ ഞങ്ങള്, ഇതൊന്ന് അയച്ചോട്ടെ ഞങ്ങള്. പൊക്കത്തെ ബോയ്സ് ടൈപ്പാ ഇത്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഇസബുവിന് നമുക്ക് പാവാടയും ബ്ലൗസ് ഉടുപ്പിക്കാം. അപ്പൊ ഞങ്ങളോട് മാച്ച് ആയിട്ട് നിങ്ങൾ പറയൂ ഗൈസ്, നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? ഈ പ്രിന്റ് എംബ്രോയിഡറി വേറെ കളക്ഷൻസ് എവിടെ കാണിച്ചത്? പീസ് ആയിട്ടുള്ള, പഠിച്ചത് 2 പീസ് ആയിട്ടുള്ളത്. ഇവിടെ വരൂ, ഇവിടെ കമ്മ്യൂണിറ്റി എന്താ കാര്യം? ടിപ്പു സുൽത്താൻ അടുത്ത ഡ്രസ് ഗോൾഡൻ ഡ്രസ്സാണ്. ഗോൾഡൻ വെട്ടി തിളങ്ങിയിരിക്കും. ചെക്ക് ചെയ്തൊക്കെ ഇട്ടിട്ടാ മതി. ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ ആദ്യം. സ്മോള് ഇത് മതി. പക്ഷെ ഗ്രൂം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും. ഇതിപ്പോ എടുത്ത് കണ്ടാവും ഇത്തിരി കളറ് അറിയുന്നത്. ഗായ്സ്, നിങ്ങൾക്കൊരു രാജകുമാരനെ കാണണോ? ഇതാ സബൂന്റെ നീല പോലത്തെ കൂടാ, ഇതുപോലത്തെ സൂന്റെ കൂട്. കൂടി വിടത്തിയാണ്. അവള് ചർച്ച കൂടെ വന്നിട്ടാ. ഹലോ, കൂടെ നമ്മള് ആകെ എടുക്കാറുള്ളത് കുഞ്ഞിലെ വാങ്ങിച്ചേ. അപ്പൊ അതിലടക്ക് കയറി കിടക്കും. അപ്പൊ ഗൈസ്, നമുക്ക് ഗ്രൂം ചെയ്യിപ്പിക്കാം. ഇസബു ഗ്രൂം ചെയ്തല്ല, മുടി വിടട്ടെ ചേട്ടാ, വെട്ടിക്കളയട്ടെ. അയ്യെന്ന് നുളയാൻ വീഴും. ഓട്ടായിട്ടാണ് ഓട്ടവാഴ. ഇഷ ഇവിടെ നടക്കോക്കെ നടക്ക്. നിങ്ങൾ കളിക്കാൻ വേണ്ടിയാണ്. സെന്ററിലാണ്. അപ്പൊ ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മരം. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കാഴ്ച കണ്ടു. കുറച്ച് കല ഇവിടെ നമുക്ക് കണ്ടോ. പട്ടി വെള്ളത്തിൽ നിന്നു. നേരത്തെ ഇത് ഞാൻ എപ്പോഴാണ് നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ പുതിയതായിട്ട് ഇതാക്കിയ പൂച്ച മീൻകറി വെക്കുന്നു. മീൻകറി വെക്കുന്നു അല്ല, ചിക്കൻ പെയിന്റിങ് കൈ കൊണ്ട് വരച്ചതാണ്. ആ നടുക്കിരിക്കണ ഒരു പെറ്റ് ലവറാണ് എന്നെ പോലെ. അതിന്റെ ചുറ്റും നമ്മുടെ ഡോഗ്സ്. ഇത് 3D പോലെ ഇരിക്കണം. ഇത് ക്യാമറ ശരിയായിരിക്കും, നല്ല ക്ലാരിറ്റി. അത് ഞാനും വരയ്ക്കായിരുന്നു ഇങ്ങനെ. പക്ഷെ അമ്മ എന്റെ കലയെ അതെന്താ മനസ്സിലായ? ആനയാണത് അകത്ത്. ഞാൻ കരുതി ഒട്ടകാണ്. അത് കണ്ട ഗ്രൂമിങ്ങിന് ബാത്തിന്റെ പൂച്ചയുടെയും ഡോഗിന്റെ അവർ രണ്ടും മിക്സ് ചെയ്ത് എന്നെ ഇട്ടിട്ട് പോയാ രണ്ടും കൂടി. കാണാനില്ല. അപ്പൊ ഗൈസ്, ഇതാണ് അപ്പൊ നമ്മള് ഇസബുനെ ഗ്രൂമിങ് ചെയ്യാൻ തന്നെ സ്ഥലം. ഇവിടെ പിന്നെ കുറെ എല്ലാവരും കണ്ടല്ല, സ്ട്രീറ്റ്സ് എല്ലാ കാര്യങ്ങളും എല്ലാ സംഭവമുണ്ട്. നമ്മുടെ വീഡിയോ ഇസബു വന്നപ്പോ മുതലേ കണ്ടവർക്ക് അറിയാൻ പറ്റും. അവള് നമ്മള് കുഞ്ഞിലെ തുടങ്ങി ഗ്രൂം ചെയ്യാൻ കൊണ്ടുവന്നത് ഇവിടെയാണ്.
അപ്പൊ ജസ്റ്റ് ഡോഗ്സിലാണ്. ജസ്റ്റ് ഡോഗ്സ് എക്സ്പേർട്ട് ഗ്രൂമർ. അപ്പൊ നിങ്ങക്ക് പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെ, പേരില് മാത്രമുള്ള ജസ്റ്റ് ഡോഗ്സ്, ബാക്കി എല്ലാം ചെയ്യും ഗൈസ്. അപ്പൊ നിങ്ങൾക്കും പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരാൻ നല്ലൊരു സർവീസാണ്, നല്ല സർവീസാണ് ഗൈസ്. ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആംബിയൻസ് ഒക്കെയാണ്. ഈ പരിപാടി എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ ഗ്രൂമിങ്. പല ടൈപ്പ് പല സ്വഭാവമുള്ള ഡോഗ്സ് ഒക്കെ ആയിരിക്കും. പാരറ്റ് വന്നിട്ടുണ്ടെന്നൊക്കെ, അതിന്റെ നെയിൽ ക്ലിപ്പ് ചെയ്യാൻ, ചുണ്ടിതാക്കാൻ. മുയല് വന്നിട്ടുണ്ട്, പിന്നെ പൂച്ചകള്. അപ്പൊ പലതിനും പല സ്വഭാവം കണിയൊക്കെ കിട്ടാം. പക്ഷെ അത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് പുള്ളിയുടെ പോളിസി. മാസ്ക് ചെയ്യുന്ന എക്സ്പ്രഷൻ. പരമ്പള്ളിയിൽ സ്റ്റാർബക്സിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ജസ്റ്റ് ഡോഗ്സ്. ഇവിടെ രാവിലെ 10 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് ഇവിടെ കട തുറക്കണം. പിന്നെ ഗ്രൂമിങ് എത്ര മണി വരെ? പിന്നെ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മൾ വരിക. കാരണം ഫുൾ ബിസി ഗ്രൂമിങ്സ് ആണ്. അതെ, സോ ഇത് രണ്ടാണ് നമ്മളുടെ മെയിൻ. ഇതും പിന്നെ ഒരു പപ്പീസ് നമ്മളുണ്ട്. അതല്ലാതെ പിന്നെ ഡോഡൽസിന്റെ ബിസ്ക്കറ്റ്. കൂടെ ഫൈനൽ ടച്ചപ്സ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആക്കിയിട്ടേ നിർത്തോളൂ. അത് എത്ര സമയമായാലും. VIP ആണ്. വീഡിയോയിൽ സ്മെല്ല് കിട്ടില്ലെങ്കിൽ നമ്മളിവിടെ സ്മെല്ലിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി അതെ. ഓക്കെ, ബൈ. നമ്മളൊന്നും വേണ്ട. അപ്പൊ ഇനി ഇസബുന്റെ ഓണം കുറെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് നോക്കുക. ഇനി വരും കളക്ഷൻസ്. ഓർഡറില്ലേ ഇവിടെ കിടക്കാൻ വേണം. ഇവിടെ അമ്മ ഇപ്പൊ ഇവിടെ കൊടുത്തോക്ക്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.